ഹലോ ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കലിലെ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ ഇന്ന് പുതിയ നെക്സ്റ്റ് ജനറേഷൻ GST റീഫോം PM മോഡി അനൗൺസ് ചെയ്തു. അത് കാരണം ഇന്ന് നിഫ്റ്റിയിലൊരു പ്രീ മാർക്കറ്റ് സെക്ഷനിൽ നമ്മൾ കണ്ടിരുന്നു ഒരു 300 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ്. ഈ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്ത് നിന്നു. ഓട്ടോമൊബൈൽ കമ്പനീസും ഇൻഷുറൻസ് കമ്പനീസും എല്ലാം തന്നെ ഈ ഒരു റാലിയിൽ പങ്കാളിയായി. വളരെ നാളുകൾക്ക് ശേഷം ഒരു നല്ല ഒരു ഗ്യാപ്പ് അപ്പും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ന് കണ്ടത്. നിഫ്റ്റിയിലെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. ചാർട്ട് ഓപ്പൺ ചെയ്തു, നല്ലൊരു ഗ്യാപ്പ് അപ്പ് 320 പോയിൻറ്റ്. അതിനുശേഷം 24,884 ലോ ക്രിയേറ്റ് ചെയ്തു. മൾട്ടിപ്പിൾ ടൈംസ് 25,021 ഹൈ പോയി. ഓപ്പണിംഗ് റേഞ്ചിലെ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ലോ കാണാം. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ലോ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫർദർ പോയിന്റ്സും തന്നെ ഫോൾ ആയിട്ടില്ല. നിഫ്റ്റിയിൽ ഇന്ന് മാരുതി സുസുക്കി, ഹീറോ മോട്ടോ കോർപ്പ്, നെസ്ലെ, ബജാജ് ഫിനാൻസ്, ബജാജ് ഓട്ടോ തുടങ്ങിയ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനീസ് ശക്തമായൊരു റാലി രേഖപ്പെടുത്തി. ITC, എക്സ്റ്റേണൽ, ടെക്കം, ലാർസൻ, NTPC തുടങ്ങിയ കമ്പനീസ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ITC എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനായിട്ട് ടൊബാക്കോ GST ഉയർത്തുമെന്നുള്ള ഒരു ന്യൂസും ഇതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റാലിയിൽ ഇൻഷുറൻസ് മേഖലയിലും ഓട്ടോമൊബൈൽ മേഖലയിലുള്ള കമ്പനീസ് എല്ലാം തന്നെ ശക്തമായ രീതിയിൽ നിലകൊണ്ടു. അശോക് ലൈലാൻഡും അല്ലെങ്കിൽ ഹീറോ മോട്ടോ കോർപ്പും എല്ലാം തന്നെ മാരുതി, എസ്പെഷ്യലി മാരുതിയിലും തന്നെ ഏറ്റവും നല്ലൊരു റാലിയാണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. FMCG സ്റ്റോക്കുകളും റാലിയിൽ പങ്കാളിയായി. റിലയൻസ് ഇന്ന് വലിയ ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും 1%. അപ്പോൾ 1% റിലയൻസ് പോസിറ്റീവായിട്ട് മൂവ് ചെയ്തതല്ല. ന്യൂസ് ഇതാണ്: റിലയൻസ് ഹെൽത്തി ഫങ്ഷണൽ ബിവറേജ് കാറ്റഗറി ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ്. നെറ്റ്വേഡ്ജ് ബിവറേജ് എന്ന് പറഞ്ഞ കമ്പനീനെ അക്യൂർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്പനി 2018 സിദ്ധാർത്ഥ് ശർമ്മ ലോഞ്ച് ചെയ്ത കമ്പനിയാണ്. 0 കലോറി, 0 ഷുഗർ ഫങ്ഷൻ ഡ്രിങ്ക്, അതുപോലെ തന്നെ ആയുർവേദിക് ഹെർബ്സ്, കൂടാതെ ഗ്രീൻ ടീ തുടങ്ങിയ പ്രൊഡക്റ്റുകളാണുള്ളത്. അപ്പോൾ ഈ ഒരു ബിസിനസ്, ഈ ഒരു കമ്പനീനെ റിലയൻസ് അക്യൂർ ചെയ്യുക വഴി റിലയൻസിൻ്റെ ഈ റീറ്റെയിൽ മേഖലയിൽ, FMCG മേഖലയിൽ ശക്തമായ രീതിയിലുള്ളൊരു സാന്നിധ്യം റിലയൻസ് കൊണ്ടുവരികാൻ പോവുകയാണ്. ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ കണ്ടുവരുമ്പോൾ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് എന്നാൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണുള്ളത്. ഇന്ത്യ വിക്സ് എന്ന് കാണാം 12.28, ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ അടച്ചു, കൊറിയ ഒഴികെ. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് കാണാം, $12 പെർ ഔൺസിന് ഉയർന്നു. ബിറ്റ്കോയിനിൽ ഏകദേശം ഒരു $3,000 ഒരു ഫോളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള രണ്ടാമത്തെ ഒരു കൂടിക്കാഴ്ചയും കൂടാതെ വെള്ളിയാഴ്ചയാണ് ജെറോം പവലിൻ്റെ ഒരു സ്പീച്ചും എല്ലാം തന്നെ ഉള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും എല്ലാം തന്നെയാണ് US മാർക്കറ്റ് ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇന്ത്യ സെയിം ടൈം US-ൻ്റെ താരിഫ് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യ, ഈ ട്രംപ് തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് ചൊല്ലിയുള്ള 25% താരിഫ് അത് പോസ് ചെയ്യാനുള്ള ഒരു തീരുമാനം ട്രംപ് എടുത്തേക്കാമെന്ന് ട്രംപ് പറയുന്നുണ്ട്. സെയിം ടൈം ഇന്ത്യ ചൈനയായിട്ടും UK ആയിട്ടും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായിട്ടുള്ള താരിഫ് നെഗോസിയേഷനെല്ലാം തന്നെ ഓൺഗോയിങ് ആണ് എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഈ ഒരു GST റീഫോം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. എഡ്യൂക്കേഷൻ, ബിസിനസ്സുകൾ, ഇൻഷുറൻസ് കമ്പനീസ് ഇവർക്കെല്ലാം തന്നെ വലിയ തോതിൽ ഗുണം ചെയ്യും. GST കുറയുക വഴി എൻഡ് യൂസർ, GST എന്ന് പറയുന്നത് ഒരു ടാക്സ് എൻഡ് ഓഫ് ദ ഡേ കൊടുക്കുന്നത് നമ്മളാണല്ലോ കൊടുക്കുന്നത് GST ടാക്സ്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ പർച്ചേസിങ് പവർ ഉയരും. അതുവഴി ഈ ഒരു US ആയുള്ള ഒരു താരിഫ് ഏറെക്കുറെ എല്ലാം തന്നെ അത് ലഘൂകരിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഈ ഒരു പുതിയ ഒരു നെക്സ്റ്റ് ജനറേഷൻ GST കൊണ്ട് PM ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വരാം. ഈ വരുന്ന സൺഡേ നമ്മുടെ കൊച്ചി ഓഫീസിൽ വെച്ചിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കമ്മോഡിറ്റിയുടെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമ്പനി നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യാം. ഇനി വരാൻ പറ്റാത്ത ആളുകൾക്കും ഓൺലൈൻ ജോയിൻ ചെയ്യാം, നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് 3,823 കോടി രൂപയുടെ ഇവരുടെ പ്ലാന്റ് വിപുലീകരിക്കാനായിട്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള ന്യൂസാണ്. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. അതുപോലെ തന്നെ ദിലീപ് ബിൽഡ്കോൺ കമ്പനി ഇവർക്ക് 1,500 കോടി രൂപയുടെ ഗുരുഗ്രാമിൽ നിന്നുള്ള മെട്രോ പ്രൊജക്റ്റിൻ്റെ ഓർഡർ
കിട്ടി എന്ന് അറിയിച്ചു. NTPC കമ്പനി 4 lakh CRൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, 7 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവരുടെ ഈ പ്ലാന്റ് വിപുലീകരിക്കാനായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യാനായിട്ട് കമ്പനി മുടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഐഡിയ കമ്പനി ഈ ബാങ്കുകൾ ഐഡിയക്ക് ലോൺ കൊടുക്കുക വഴി ഐഡിയയുടെ ഗവൺമെൻറ്റായിട്ടുള്ള ഈ ഒരു 5G സ്പെക്ട്രം ഡ്യൂ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റുമെന്ന് CEO ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഐഡിയ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. BEL കമ്പനി, നമ്മുടെ ആർമിക്ക് വേണ്ടിയിട്ട് BEL കമ്പനി ഡിഫൻസ് മിസൈലുകളെല്ലാം തന്നെ നിർമ്മിച്ചു കൊടുക്കാൻ ധാരണയായി. അവാന്തി ഫീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഷ്രിംസ്, ചെമ്മീനുകളെല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാന കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു താരിഫ് വരുന്നതിന് മുമ്പ് തന്നെ ഈ മേഖലയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഈ ടാക്സ് വർദ്ധിപ്പിച്ചിരുന്നു ട്രംപ്. ആ സമയത്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഈ UK ആയിട്ടും അതുപോലെ ജപ്പാൻ, ചൈന പോലുള്ള രാജ്യങ്ങളായിട്ട് താരിഫ് നെഗോസിയേഷൻ നടക്കുന്നുള്ളതുകൊണ്ട് ഇന്ന് ഈ ഒരു സ്റ്റോക്ക് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ഇനിയിപ്പോൾ GRSC, GE ഷിപ്പിംഗ് കോർപ്പറേഷൻ, ഈ 3 കമ്പനീസിനെ സംബന്ധിച്ച് ഒരു കോമൺ ആയിട്ടുള്ള ന്യൂസ് ഉള്ളത്, ഈ കമ്പനീസിന് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് ലഭിക്കാനായിട്ട് പോകുന്നു എന്നുള്ള ന്യൂസ് കമ്പനിക്ക് ഗുണകരമായി. മാരുതി 4 lakh യൂണിറ്റ് പെർ ഇയർ, അതായത് ഈ ഒരു വർഷം കമ്പനി എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള CEOയുടെ പ്രസ്താവന മാരുതി ഏറ്റവും റീസെൻ്റായിട്ടുള്ള ഏറ്റവും ഹയ്യസ്റ്റ് റാലിക്ക് ഇന്ന് കാരണമായി. IX, MCX ഈ 2 കമ്പനിയെ സംബന്ധിച്ച് കോമൺ ആയിട്ടുള്ള ഒരു ന്യൂസ് ഉള്ളത്, NSE ഇലക്ട്രിക്കൽ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് പോസിറ്റീവായിട്ട് IXനും MCXനും വന്നു. മർഗൻസ് ഫാർമ കമ്പനി UK ഉള്ള ഇവിടെ പ്ലാന്റിന് അപ്രൂവ് കിട്ടിയതായിട്ടുള്ള ന്യൂസാണ് മർഗൻസ് ഫാർമയെ സംബന്ധിച്ചുള്ളത്. ഇനി നേരെ നമ്മൾ ഗ്ലോബലിലേക്ക് വരാണെങ്കിൽ, ഗ്ലോബലി ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ലൂസൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ട്രംപ് ദ്രുതഗതിയിൽ പുടിനുമായിട്ടും സെലൻസ്കി ആയിട്ടെല്ലാം തന്നെ ഈ താരിഫ് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ സെയിം ടൈം തന്നെ ഈ US ഇന്ത്യക്ക് പോലെ മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്ക് മേലും താരിഫ് ഏർപ്പെടുത്തിയല്ലോ. അപ്പോൾ ഇത് ഒരു അർത്ഥത്തിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും. കാരണം ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് പോലെയുള്ള കടുംപിടുത്തമുള്ള നെഗോഷിയേഷൻ്റെ കാര്യം ഇല്ല, ഇന്ത്യക്കും ഇല്ല, മറ്റ് യൂറോപ്യൻ യൂണിയനോ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇല്ല. അപ്പോൾ ഇപ്പോൾ അതാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മളും UK ആയിട്ട്, അല്ലെങ്കിൽ നമ്മളും ചൈനയായിട്ട്, അതുപോലെ തന്നെ പരസ്പരമായിട്ട് എല്ലാ രാജ്യങ്ങളും US ഇല്ലാതെ തന്നെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള താരിഫ് ചർച്ചകളെല്ലാം തന്നെ പിന്നാമ്പുറത്ത് ദ്രുതഗതിയിൽ ചൂട് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളും സെൽഫായിട്ട് അവിടുത്തെ പർച്ചേസിംഗ് പവർ ഉയർത്താനും അവിടുത്തെ ഇൻഡസ്ട്രീസിനെ ബൂസ്റ്റ് ചെയ്യാനുമുള്ള പാക്കേജുകൾ പ്രഖ്യാപിക്കുന്ന തിരക്കിലാണ്. ഇന്ത്യയുടെ നെക്സ്റ്റ് ജനറേഷൻ GST പോലെ സമാനമായ രീതിയിൽ ഇനിയും ഒരുപാട് എക്കണോമിക് റീഫോംസ് ഇന്ത്യയിൽ വരും, ഒരുപാട് രാജ്യങ്ങളിൽ വരും. അപ്പോൾ അത് വരിക വഴി ഈ US-മായുള്ള ട്രേഡ് എല്ലാം തന്നെ ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട് ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന് സാധിക്കും. ഇത് ഓൾറെഡി ചൈനയ്ക്ക് സാധിച്ചു. ചൈനയ്ക്ക് എങ്ങനെയാണ് ഇത് സാധ്യമായിട്ടുള്ളത്? ചൈനയെ സംബന്ധിച്ച് ആഫ്രിക്കയാണ് ഇപ്പോൾ വലിയൊരു മാർക്കറ്റ്. അപ്പോൾ ആഫ്രിക്കയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കോറിഡോർ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചൈന പാകിസ്ഥാനിൽ വിപുലമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റീസ് നടത്തുന്നത്. ഈവൻ ശ്രീലങ്കയിൽ പോർട്ട് ചെയ്യുന്നത്, ആഫ്രിക്കയിൽ ഒരുപാട് പോർട്ടുകൾ ചൈന കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനെൻറ്റിലേക്ക് ചൈനയുടെ പ്രൊഡക്റ്റുകൾക്ക് പെട്ടെന്ന് തന്നെ പെനട്രേറ്റ് ചെയ്യാനും മറ്റുള്ള ഒരു രാജ്യങ്ങൾക്കും പെനട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റൂൾസും റെഗുലേഷൻസും ചൈന ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഉള്ള ഹെവി ഇൻഫ്രാസ്ട്രക്ചർ സഹായം ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ലോക്കലി ആയിട്ടുള്ള എക്കണോമിക് റീഫോംസ് എല്ലാം തന്നെ ഒന്ന് പൊളിച്ച് എഴുതുന്ന ഒരു തിരക്കിലാണ്. എല്ലാം കാത്തിരുന്ന് കാണാം. എല്ലാം രാജ്യത്തിനും മാർക്കറ്റിനും ഗുണകരമാവുന്ന രീതിയിലാണ് എൻഡ് ഓഫ് ദ ഡേ കാര്യങ്ങൾ മുന്നോട്ട് വരികയുള്ളൂ എന്നുള്ളത് വിശ്വസിക്കാം. അപ്പോൾ എല്ലാവർക്കും നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു ഓൾ.